പ്രതീക്ഷകൾ എത്രമാത്രമാണോ അതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ സർക്കാരിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നിലവിൽ തുടരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ സർക്കാർ UDF പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും അത് വലിയ നിലയിൽ പണം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഉള്ളതാണ്. നിലവിൽ ഖജനാവ് കാലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു സർക്കാർ എങ്ങനെയാകും ഇതൊക്കെ ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കും എന്നതുകൂടി പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാർ. അധികാരത്തിലേറിയ ശേഷമുള്ള ദിവസങ്ങളിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോഴുള്ള ആ ദിനം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ കൂച്ചൻ വേദിയിൽ നടന്ന VD സതീശൻ സർക്കാരിന്റെ ആ സത്യപ്രതിജ്ഞാ ദിവസം 10 വർഷത്തിന് ശേഷമുള്ള അധികാര കൈമാറ്റം അന്ന് അക്ഷരാർത്ഥത്തിൽ UDF ആഘോഷമാക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങി ദേശീയ നേതാക്കളുടെ സമ്പന്നമായ നിര തന്നെ എത്തി. വേദിയിൽ പ്രതിപക്ഷത്തിനും ഇരിപ്പിടം ഒരുക്കിയതായിരുന്നു അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അലക്സ് റാം മുഹമ്മദ് ആ സത്യപ്രതിജ്ഞാ ദിനത്തിലെ ചില കാര്യങ്ങൾ, സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന സൂചനകൾ ഒരിക്കൽ കൂടി വിശദീകരിക്കും. അലക്സ്, ഏറ്റവും പ്രധാനം പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കും ആ വേദിയിൽ ഇരിപ്പിടമൊരുക്കിയ സർക്കാരിന്റെ നയമാണ്. അതിലൂടെ തന്നെ ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്കിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നതിന്റെ എല്ലാ സൂചനകളും അന്ന് UDF സർക്കാർ നൽകുകയും ചെയ്തു. ഏറ്റവും പ്രധാനം 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്ന സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ, രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ അമിത പ്രതീക്ഷ തന്നെയാണ്. അതിനെ ഏത് നിലയിലാണ് സത്യപ്രതിജ്ഞാ ദിവസം മുതൽ ഇന്ന് വരെ UDF അഡ്രസ് ചെയ്യുന്നത്? അസിത, അതിൽ രസകരമായ കാര്യം 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് UDF അധികാരത്തിലെത്തിയ ദിവസമാണ്. അവർക്കറിയാം, ആ 10 വർഷക്കാലം അവർ ഭരണസിരാ കേന്ദ്രം ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരത്തിൽ UDF പ്രവർത്തകർ, UDFന്റെ അണികൾ, UDFന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, പോസ്റ്റർ എഴുതുന്നവർ, മുദ്രാവാക്യം വിളിക്കുന്നവർ, അവരെങ്ങനെയാണ് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വന്നു പോയതെന്ന് കൃത്യമായി അറിയുന്നവരാണവർ. അവരിലേക്ക് വലിയ ഭൂരിപക്ഷത്തിലെ അധികാരം കിട്ടുമ്പോൾ ആ ചടങ്ങ്, അധികാര കൈമാറ്റ ചടങ്ങ് എങ്ങനെയാകണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തർക്കം നമ്മൾ കണ്ടു, മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പം നമ്മൾ കണ്ടു. അതിനെല്ലാം ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് ഒരു 60 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ദിവസം തന്നെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങ് കൂടിയായിരുന്നു അത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ചടങ്ങ്. അതായത് കേരളത്തിന്റെ അങ്ങറ്റം മുതൽ, കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെ നിന്ന് UDF പ്രവർത്തകർ വാഹനം പിടിച്ച്, വണ്ടി പിടിച്ച് അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അവർ തലേ ദിവസവും അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളുമായി തിരുവനന്തപുരത്ത് മുറി ബുക്ക് ചെയ്തവർ തങ്ങുകയായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ, ഈ ആവശ്യം കാണാൻ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് അസിത. അതായത് വേനൽക്കാലമായിരുന്നു, കടുത്ത വേനലായിരുന്നു. ആ വേനലിലുടനീളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട UDF പ്രവർത്തകരാണ് അവരുടെ ആവേശം മുഴുവൻ അണപൊട്ടുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയത്. അങ്ങനെ ആ ജനസമ്പന്നമായ പ്രൗഢഗംഭീരമായ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ആദ്യം സത്യവാചകം ചൊല്ലുന്നതിന് അവർ അങ്ങേയറ്റം ഖരഘോഷത്തോടെയും ആവേശത്തോടെയുമായിരുന്നു സ്വീകരിച്ചത്. ആ മുഖ്യമന്ത്രിയുടെ തുടക്കം തന്നെ, ഞാൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന ഞാനെന്ന VD സതീശന്റെ ആ തുടക്കം തന്നെ അങ്ങേയറ്റം ഖരഘോഷത്തോടെ അവർ ഏറ്റെടുത്തു. അതു പിന്നാലെ രാഷ്ട്രീയ വിവാദമായ ആ തുടക്കം മാറിയെങ്കിലും അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. അതിനു പിന്നാലെ രണ്ടാമനായി പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. പിന്നെ മൂന്നാമതായി രമേശ് ചെന്നിത്തല വരുന്നു. അങ്ങനെ മന്ത്രിമാർ ഒന്നൊന്നായി അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ആ ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നത് മാത്രമല്ല, ആ വേദിയിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ദേശീയ നേതാക്കൾ നിറഞ്ഞിരിക്കുന്ന ആ വേദി. അവിടെ തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് സ്ഥാനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഒപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർക്ക് ഈ വേദിയുടെ മുൻനിരയിൽ തന്നെ അവർക്ക് ഇരിപ്പിടം ഒരുക്കി എന്നുള്ളതാണ്. മുൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി, ഒപ്പം മന്ത്രിമാർ എന്നിവർ മാത്രമായിരിക്കും ആ ചടങ്ങിൽ. ഗവർണർ അടക്കം പരിമിതപ്പെട്ട വേദിയായിരിക്കും ആ വേദി. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് VD സതീശൻ ആദ്യമേ ഉദ്ദേശിച്ചത്. അതായത് ഇത് ജനകീയ സർക്കാരാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്. ഈ 10 വർഷക്കാലത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം UDF പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ജനങ്ങൾ തീരുമാനിച്ച സർക്കാരാണ്. ആ സർക്കാരിനെ കാണാൻ ജനം ഒന്നാകെ വരണം. അത് ജനകീയ സർക്കാരാണ് എന്ന ആ ഒരു ഇമേജ് തന്നെ പൊതുമധ്യത്തിലേക്ക് എത്തണം എന്നുള്ളത് മുഖ്യമന്ത്രി VD സതീശന് നിർബന്ധമായിരുന്നു. അവിടെ ആരുടെയും മുഖം അടിച്ചു വെക്കേണ്ടതില്ല. അത് VD സതീശന്റെ ചിത്രമാകട്ടെ, മുതിർന്ന നേതാക്കളുടെ ചിത്രമാകട്ടെ, അതൊന്നുമില്ല. VD സതീശൻ സർക്കാർ അധികാരമേൽക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ആ വേദിയിലെ വലിയ ബാനറിൽ എഴുതി കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട വാചകങ്ങളിലൊന്ന്. ആ വേദിയിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. രണ്ടാം നിരയിലായിരുന്നു സീനിയർ നേതാക്കളായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇരുന്ന് രണ്ടാം നിരയിലായിരുന്നു. ഈ നിരയെ സംബന്ധിച്ച്, ഈ വേദിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ
ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമല്ലാതെ എം എൽ എമാരിൽ പ്രധാനികൾ, എം പിമാരിൽ പ്രധാനികൾ, കാരണം KPCCയുടെ ഭാരവാഹികളായിരുന്നവർ പോലും ആ വേദികൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സത്യപ്രതിജ്ഞാ വേദിയും അതുപോലെ സത്യപ്രതിജ്ഞ നടന്ന ആ ജനങ്ങൾ ഇരുന്ന ഇരിപ്പിടവും എല്ലാം അത് മുഴുവൻ ഒരു ജനകീയ സർക്കാരിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ വേറിട്ട് നിർത്തുന്നത്. മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേൽക്കുന്നത് കാണാൻ പറവൂരിൽ നിന്നടക്കം ആളുകൾ, ഒരു അമ്മ ഇവിടേക്ക് ഒഴുകിയെത്തിയവർ മാധ്യമ ശ്രദ്ധ നേടി നമ്മൾ കണ്ടു. കുഞ്ഞുങ്ങളടക്കം വേദിയിലെത്തി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വകഞ്ഞുമാറ്റി അവരടുത്തേക്ക് വരട്ടെ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കണ്ടു. എത്രത്തോളം ആയിരിക്കും ഈ സർക്കാർ എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടിയായിരുന്നു ആ വേദിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല, ഈ സർക്കാർ അടുത്ത 5 വർഷം എന്തൊക്കെ ചെയ്യും, ഇന്ദിരാ ഗ്യാരണ്ടി നമുക്കറിയാം, അത്തരത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളുടെ ഒരു ഏകദേശ ധാരണ കൂടി ആളുകൾക്ക് ലഭിക്കുന്നതായ ഈ സർക്കാർ എന്തൊക്കെ ചെയ്യുമെന്നുള്ള ആ വാഗ്ദാനങ്ങൾ തന്നെയാണ് ജനങ്ങളെ ഇത്ര വലിയ പ്രതീക്ഷയിലേക്ക് എത്തിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതും വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.